الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين والحمد لله رب العالمين. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി കൊണ്ടുള്ള ജീവിതം നയിക്കാൻ അവസാന ശ്വാസം വരെയും തഖ്വയുടെ താല്പര്യത്തിൽ തന്നെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിത ഇടപാടുകളെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ, അതുവഴി അള്ളാഹുവിന്റെ അവൻ തൃപ്തിപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നാളെ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗം അനന്തരം എടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതത്തിന്റെ സന്തുലിത സമീപനത്തെ സംബന്ധിച്ചാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ജീവിത വീക്ഷണം മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചും അനർത്ഥങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് കഴിഞ്ഞ 2 ഖുതുബകളിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദീനിന്റെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കപ്പെടുക എന്നതാണ് സന്തുലിത ദീനീ വീക്ഷണം മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ അബദ്ധം എന്ന് സൂചിപ്പിക്കേണ്ടായി. ഉസൂലുകളും ഫുറൂകളും അഥവാ അടിസ്ഥാനങ്ങളും ശാഖകളും മാറിപ്പോവുകയും ഓരോന്നിനും നൽകേണ്ട പരിഗണനയും പ്രാധാന്യവും പരസ്പരം മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മളൊക്കെ പലപ്പോഴും സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. രണ്ടാമത്തെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു മനുഷ്യന് കൊണ്ടു നടക്കാവുന്ന ഒരു ദീനാണ്, എളുപ്പത്തിൽ ആർക്കും ഫോളോ ചെയ്യാവുന്ന ദൈവിക നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ സങ്കീർണമാക്കി മനുഷ്യന് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത
വിധത്തിലുള്ള ഭാരമേറിയ ഒരു ദീനാക്കി മാറ്റുക. യുസ്റായി അള്ളാഹു നൽകിയ ദീനിനെ ഹുസ്റാക്കുക, എളുപ്പമുള്ള ദീനിനെ ഉറുസാക്കുക എന്ന അബദ്ധമാണ് രണ്ടാമതായി സംഭവിക്കുക എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ദീനിന്റെ സന്തുലിത ജീവിത വീക്ഷണം മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമതായി ഇതിൽ ആത്യന്തികമായ സമീപനങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിരുകവിച്ചലുകൾ സംഭവിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതാനും ഉദാഹരണ സഹിതം സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുമ്പ് കഴിഞ്ഞുപോയ വേദവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ല തഅലൂഫി ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് പറയാനിടയാക്കിയ സാഹചര്യത്തെ കുറിച്ചും ആ ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിച്ച അതിര് കവിച്ചലുകളെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർവിക സമുദായങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു നൽകുന്ന താക്കീതുകളും മുന്നറിയിപ്പുകളും ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും സഹായകരമാകുന്നതിന് വേണ്ടിയുള്ള പല ഉപമകളും ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്നെ ഈ ആത്യന്തിക സമീപനങ്ങൾ, തീവ്രവാദപരമായ സമീപനം, ദീനിൽ അതിര് കവിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവരുടെ കാര്യത്തിൽ റസൂലുള്ള എടുത്ത നിലപാടുകളെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. ആരാധനാ ജീവിതത്തിൽ അതിര് കവിച്ചലുകളിൽ ഏർപ്പെട്ട തന്റെ അനുയായികളെ തിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനവും നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും നമസ്കരിക്കാൻ തീരുമാനിച്ച, വർഷം മുഴുവനും നോമ്പെടുക്കാൻ തീരുമാനിച്ച, വിവാഹമേ കഴിക്കാതെ പൂർണ്ണമായും ആരാധനാ ജീവിതം നയിക്കാൻ തീരുമാനിച്ച തന്റെ അനുയായികളെ തിരുത്തിക്കൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഞാൻ രാത്രി നമസ്കരിക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യാറുണ്ട്, ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ്. ഞാൻ വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുകയും ചെയ്യാറുണ്ട്. ഞാനാണ് നിങ്ങളെക്കാളും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ, പടച്ചവനോട് തഖ്വയുള്ളവൻ. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ചര്യ ആര് വെടിയുന്നുവോ, എന്നെ മറികടക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവർ ഫലൈസ മിന്നി, നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ആരാധനാ മേഖലകളിലായാൽ പോലും ആത്യന്തികമായ സമീപനം, അതിന് കവിഞ്ഞുള്ള നിലപാട് ദീനിൽ അനുവദനീയമല്ല എന്ന് വളരെ മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ദീനിന്റെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സന്തുലിത സമീപനത്തെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അതിരുവിട്ട ആത്മീയതയുടെ പേരല്ല ഇസ്ലാം എന്ന് പറയുന്നത്, പരിധി വിട്ട ആരാധനകളുടെ സമുച്ചയമല്ല ഇസ്ലാം എന്ന് പറയുന്നത്, ഭാവങ്ങളിലെ തഖ്വയല്ല ദീൻ പഠിപ്പിക്കുന്നത്, സന്യാസത്തോളം എത്തുന്ന ഒരു വഴിവിട്ട സൂഫിസത്തിന്റെ സ്വഭാവമല്ല ദീനിനുള്ളത്, സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ആരാധനാ ജീവിതമല്ല അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും ദീനിൽ പഴുതുള്ള കാര്യങ്ങളല്ല നമ്മൾ മനസ്സിലാക്കണം. ആരാധനകൾ ഒരിക്കലും മനുഷ്യന് ആത്മപീഡയാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്. ആരാധനകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള പരിശീലനമാണ്. ആരാധനകൾ എന്ന് പറയുന്നത് പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള പരിശീലനമാണ് ദീനുൽ ഇസ്ലാമിൽ. അത് പടച്ചവനും പ്രവാചകനും പഠിപ്പിച്ചതിന്റെ പരിധി വിടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഒരിക്കൽ സൂറത്തുൽ ബഖറ ഓതുകയാണ്. സൂറത്തുൽ ബഖറ നമുക്കറിയാം വളരെ ദൈർഘ്യമേറിയ അധ്യായമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം, 286ഓളം ആയത്തുകളുള്ള വളരെ ദൈർഘ്യമേറിയ അധ്യായമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ ഒരു തവണ നമസ്കാരത്തിൽ ഓതി. ആരായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് കൂടി നമ്മൾ ആലോചിക്കണം, ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. എന്റെ സമുദായത്തിൽ ഏറ്റവും നന്നായി ഹലാൽ ഹറാമുകളെ കുറിച്ചറിയുന്ന പണ്ഡിതൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞിട്ടില്ല. നാളെ യൗമുൽ ഖിയാമത്തിൽ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ, പണ്ഡിതന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ആ ആലിമീങ്ങളുടെ മുന്നിൽ, ആ പണ്ഡിത സമൂഹത്തിന്റെ മുന്നിൽ നേതാവായി ഉണ്ടായിരിക്കുന്ന ഇമാം മുആദ് ഇബ്നു ജബൽ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിച്ച മഹാനായ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞിട്ടില്ല.
യമനിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഗവർണറായി നിശ്ചയിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെയൊക്കെയുള്ള പ്രവാചകനാൽ ഏറെ പ്രശംസയ്ക്ക് പാത്രമായ, ഏറെ വിശേഷണങ്ങൾക്ക് അർഹതയുണ്ടായിരുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിന് അദ്ദേഹം ഇമാം നിന്നപ്പോ ഒരിക്കൽ സൂറത്തുൽ ബഖറ ഓതി നമസ്കരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പിന്നിൽ മൗമൂമികളുടെ കൂട്ടത്തിൽ അവശനായ ഒരു മനുഷ്യൻ, കുറച്ച് പ്രായാധിക്യമുള്ള രോഗമൊക്കെ ഉള്ള ഒരു പ്രായപ്പെട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. മുആദിന്റെ ഖിറാത്ത് ഇങ്ങനെ നീണ്ടുപോയപ്പോ അയാൾ ഇടക്ക് വെച്ച് നമസ്കാരം നിർത്തിപ്പോയി എന്നാണ് ചരിത്രം. ഈ വിവരം ഇദ്ദേഹം മൗമൂമിൽപ്പെട്ട ഈ മനുഷ്യൻ ഇടക്ക് വെച്ച് നമസ്കാരം നിർത്തിപ്പോയ വിവരം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞപ്പോ അയാളെ പറ്റി ഗവർണറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. ഫഖാല ഇന്നഹു മുനാഫിഖ്, അദ്ദേഹം ഒരു പക്ഷെ മുനാഫിഖായിരിക്കും എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ കുറിച്ച് ഒരു കമന്റ് പറയാണ്. ഈ മനുഷ്യൻ ഇത് അറിയാനിടയായി. ഫബലഗ ദാലിക റജുൽ, ഈ മനുഷ്യൻ ഇത് അറിഞ്ഞു, ആരോ പറഞ്ഞറിഞ്ഞു. അതാ മനുഷ്യന് വല്ലാത്ത വിഷമമുണ്ടായി. ഫഅതൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ആ മനുഷ്യൻ നേരെ തന്റെ ഗവർണർ തന്നെ പറ്റി പറഞ്ഞതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിയുമായി എത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ഖൗമുൻ നഅമലു ബി ഐദീനാ വ നസ്ഖി ബി നവാദിഹനാ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നവരാണ്, നയിച്ചു തിന്നുന്നവരാണ് എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കാലികളെ കുടിപ്പിക്കുന്നത് ഞങ്ങളുടെ അധ്വാന ഫലമായിട്ടാണ്. ഞങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കുന്നവരും കാലികളെ കുടിപ്പിക്കുന്നവരുമാണ്. എന്നാൽ മുആദ്, താങ്കൾ ഗവർണറായി നിശ്ചയിച്ച മുആദ് സൂറത്തുൽ ബഖറ ഓതി ഞങ്ങളെ വിഷമിപ്പിച്ചപ്പോ ഞാൻ നമസ്കാരത്തിനിടയിൽ ഇടക്ക് വെച്ച് വിട്ടുപോയി. എന്നിട്ട് ഞാൻ ഒറ്റക്ക് നമസ്കരിച്ച് പൂർത്തിയാക്കി. അള്ളാഹുവിന്റെ റസൂലെ, അതിന്റെ പേരിൽ മുആദ് എന്നെ മുനാഫിഖ് എന്ന് വിളിച്ചിരിക്കുന്നു. ഇതാണ് പരാതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട് തന്റെ ഗവർണറായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഏത് മുആദിനെ? നേരത്തെ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളുമുള്ള മുആദിനെ. പണ്ഡിതന്മാരെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ ഇമാമായി കൊണ്ട് ഉണ്ടാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു, ആ മുആദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായ സഹീഹ് ബുഖാരി നമ്മൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപാകുലനായി കൊണ്ട് പറയുകയാണ്, യാ മുആദ് അഫത്താനുൻ അൻത സലാസ മറ. 3 തവണ റസൂലുള്ളാഹി ആവർത്തിച്ച് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ മുആദ് അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, താങ്കൾ വലിയ കുഴപ്പക്കാരനായിരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, ഈ ദീനിന്റെ പ്രകൃതം നമുക്ക് മനസ്സിലാക്കാൻ വളരെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ഒരു സന്തുലിതമായ സമീപനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളും അനർത്ഥങ്ങളും, അത് നമ്മുടെ ദീനി ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയണമല്ലോ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നത്, പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന താക്കീത്, യാ മുആദ് അഫത്താനുൻ അൻത. ഫത്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിത്നക്കാരനാണ്. അറബി ഭാഷാ വ്യാകരണം അറിയുന്നവർക്ക് എളുപ്പം മനസ്സിലാകും. ഫാത്തിൻ എന്ന് പറഞ്ഞാൽ ഫിത്നക്കാരൻ, കുഴപ്പമുണ്ടാക്കുന്നവനെന്നാണ് ഫാത്തിൻ എന്ന് പറഞ്ഞാൽ. ഫത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ആ അഗ്രസീവായിട്ടുള്ള പ്രയോഗമാണ്, ഭയങ്കരമായ കുഴപ്പക്കാരൻ. മുആദ്, നീ ഭയങ്കര ഫിത്നക്കാരനാണല്ലോ. ഇഖ്റ വശംസി വദുഹാഹ വസബ്ബിഹ് ഇസ്മി റബ്ബിക്കൽ അഅല വനഹ്വഹ. നിനക്ക് വശംസി വദുഹാഹയോ അല്ലെങ്കിൽ സബ്ബിഹ് ഇസ്മി റബ്ബിക്കൽ അഅല പോലുള്ള സൂറത്തുകൾ ഓതിയാൽ പോരായിരുന്നോ? ഇനി അഥവാ മൗമൂമുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന അതി വലിയ അധ്യായങ്ങൾ എന്തിനാണ് താങ്കൾ ഓതുന്നത്? അങ്ങനെ താങ്കൾക്ക് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾക്കത് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ചെയ്തുകൂടെ? ഇങ്ങനെ ഇത്രയും ആളുകളെ പിന്നിൽ നിർത്തിക്കൊണ്ട് ആളുകൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ, മൗമൂമിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ദീർഘനേരം താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുക വഴി താങ്കൾ എന്തൊരു കുഴപ്പമാണ് വരുത്തി വെക്കുന്നത് എന്ന് ചോദിക്കേണ്ട റസൂലുള്ളാഹി. ഖുർആൻ പാരായണം ചെയ്യുന്നത് കുഴപ്പമുണ്ടാക്കല? ഖിറാഅത്ത് അല്പം നീണ്ടുപോകുന്നത് ഫിത്ന ഉണ്ടാക്കലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസരോചിതമായ പ്രയോഗം നമ്മൾ ഫത്താനുൻ അൻത യാ മുആദ്, മുആദ്, നീ വലിയ കുഴപ്പക്കാരനാണല്ലോ എന്നാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളുടെ സന്തുലിതത്വം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും മനുഷ്യന് പാലിക്കാൻ കഴിയണമെന്നതാണ്. ചില ആളുകൾ ദീനി ജീവിതത്തോടുള്ള ആ ആവേശം കൊണ്ട് കൂടിയിട്ട് കുടുംബത്തെ തന്നെ പലപ്പോഴും പരിഗണിക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത സംഭവങ്ങൾ.
എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു സംഭവമാണ്. ഗൾഫിൽ നിന്നും 2 വർഷത്തിന് ശേഷം, ഇപ്പോഴത്തെ പോലല്ല, ഇപ്പോൾ നാഷണൽ ഡേ അവധിക്കും പെരുന്നാൾ അവധിക്കും ഒക്കെ കുട്ടികൾക്ക് ഗൾഫിൽ പോയവർക്ക് ലീവിന് വരാൻ പറ്റുന്ന അന്തരീക്ഷമാണ് പൊതുവെ ഉള്ളത്. മുമ്പ് കാലത്ത് 2 വർഷത്തിൽ കുറഞ്ഞ അവധിക്ക് 2 വർഷത്തിനിടയിൽ ആർക്കും വരാൻ കഴിയാത്ത ഒരു കാലം ഏതാണ്ട് 10-25 വർഷം മുമ്പാണ്. അന്ന് 2 വർഷം പൂർത്തിയാക്കിയിട്ട് വളരെ 2 മാസത്തെ ലീവ് അനുവദിച്ചതിന്റെ സന്തോഷത്തിൽ നാട്ടിൽ പോയി വന്ന ഒരു സഹോദരനോട് തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുമല്ലോ നാട്ടിലെ വർത്താനങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും നാട്ടിലെ വിവരങ്ങളും കുടുംബത്തിന്റെ വർത്താനങ്ങളൊക്കെ കൂടെ ഉള്ളവർ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വലിയ ആവേശത്തോടു കൂടി, വലിയ അഭിമാനത്തോട് പറയാണ്, 40 ദിവസം ചില്ല പോയിക്കായിരുന്നു. 40 ദിവസം ചില്ല പോയിക്കായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല, ഈ ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ തന്നെയുള്ള ഒരു സംഘം ഏർപ്പെടുന്ന ഒരു യാത്രയുടെ പേരാണ് ചില്ല എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിൽ പോയി അവിടെ താമസിച്ച്, പള്ളിയിൽ താമസിച്ച്, ഒരുതരം സന്യാസ സമാനമായ ജീവിതം നയിച്ച്, ഉള്ളത് നിന്ന് ഉള്ളിടത്ത് കിടന്നുറങ്ങി, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു രീതിയാണ്. ആളുകളെ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വിളിച്ച് നമസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെയുള്ള രീതിയാണ്. അത് തെറ്റല്ല. നമസ്കാരത്തെ കുറിച്ച് സമൂഹത്തെ ഗൗരവത്തോടെ ഓർമ്മിപ്പിച്ച് അസ്വലാത്തു ഇബാദുദ്ദീൻ ദീനിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ 2 വർഷം ഗൾഫിൽ ജീവിച്ച ഒരു മനുഷ്യൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തന്റെ ഇണയെയും മക്കളെയും വിട്ട് ആകെ ലഭിക്കുന്ന 60 ദിവസത്തിൽ 40 ദിവസവും ചില്ല പോയി എന്ന് പറഞ്ഞാൽ അത് ഈ ബാലൻസിംഗിൽ സംഭവിക്കുന്ന അപകടമാണ്. ദീനിന്റെ സന്തുലിത ജീവിത വീക്ഷണത്തോട് കാണിക്കുന്ന തെറ്റായ നിലപാടാണ്. ഇതാണ് ഞാൻ പറയുന്നത്. കുടുംബത്തെ അവഗണിച്ചുകൊണ്ടുള്ള ദീനി ജീവിതം ഉണ്ടോ പ്രിയമുള്ളവരെ? ആരാധനാ കാര്യങ്ങളിൽ അങ്ങനെ ആവേശം മൂത്ത് അതിലങ്ങനെ കഴിച്ചുകൂട്ടി സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തിയ ഒരു ചരിത്രം നേരത്തെ പറഞ്ഞത് കൂടാതെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, യാ ഉസ്മാൻ അറഗിബ്ത അൻ സുന്നതി, അല്ല ഉസ്മാനെ, നീ എന്റെ ചര്യ വെടിയുകയാണോ? എന്റെ ചര്യ വെടിയുകയാണോ? ആത്മീയ കാര്യങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന, രാത്രി നമസ്കാരത്തോടുള്ള വർദ്ധിച്ച ആവേശം കാരണം കുടുംബത്തോടുള്ള ബാധ്യതകൾ പോലും മറന്നു പോകാറുണ്ടായിരുന്ന മഹാനായ സഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, യാ ഉസ്മാൻ അറഗിബ്ത അൻ സുന്നതി, എന്റെ ചര്യ നീ വെടിയുകയാണോ? എന്റെ ചര്യയോട് നീ വിമുഖത കാണിക്കുകയാണോ? അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നുണ്ട്, ഖാല ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും താങ്കളുടെ ചര്യ വെടിയുകയല്ല. വലാകിൻ സുന്നതക അത്ലു, ഞാൻ താങ്കളുടെ സുന്നത്തിനെ ഏറെ കൊതിക്കുന്ന ആളാണ്. ഞാൻ താങ്കൾ വിചാരിക്കുന്ന പോലെ സുന്നത്ത് വെടിയുകയല്ല, ഞാൻ സുന്നത്തിനെ ഏറെ കൊതിക്കുന്ന ആളാണ്. ഉടൻ തന്നെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖാല ഫഇന്നി അനാമു വഉസല്ലി, എന്നാൽ കേട്ടോളൂ, ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട്, ഞാൻ രാത്രിയിൽ നമസ്കരിക്കാറുണ്ട്. വഅസൂമു വഅഫ്തിർ, ഞാൻ പകൽ ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ ഞാൻ ഉപേക്ഷിക്കാറുണ്ട്, എടുക്കാറുണ്ട്. വഅൻകിഹുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫത്തഖില്ലാഹ യാ ഉസ്മാൻ, ഫത്തഖില്ലാഹ യാ ഉസ്മാൻ, അല്ലാഹുവിനെ സൂക്ഷിക്കണം താങ്കൾ യാ ഉസ്മാൻ. ഫഇന്ന ലി അഹ്ലിക അലൈക ഹഖ, താങ്കളുടെ കുടുംബത്തോട് താങ്കൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് ബാധ്യത. നിന്നിൽ നിന്ന് നിന്റെ വീട്ടുകാർക്ക് ചിലത് ലഭിക്കാനുണ്ട്, നിന്റെ ഇണക്കും നിന്റെ മക്കൾക്കും നിന്നിൽ നിന്ന് ചിലത് ലഭിക്കേണ്ടതുണ്ട്. വഇന്ന ലി ലൈഫിക അലൈക ഹഖ, നിന്റെ വീട്ടിൽ വരുന്ന അതിഥികളോടും നിനക്ക് ബാധ്യതയുണ്ട്. വഇന്ന ലി ജസദിക അലൈക ഹഖ, നിന്റെ സ്വന്തം ശരീരത്തോടും ഉസ്മാൻ നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് വസും അഫ്തിർ, നോമ്പ് എടുക്കുകയും ഇടക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുക. റമദാന്റെ നോമ്പിനെ കുറിച്ചല്ല ഈ പറയുന്നത്, സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ്. വസല്ലിബനം, നീ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയും അതിരുകവിച്ചിലുകളില്ലാത്ത, പരിധി ലംഘിക്കലുകൾ സംഭവിക്കാതെ എല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടു പോകലാണ് ശരിയായ ദീനീ ജീവിതം എന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാധനയുടെ രൂപത്തിലും ഒലുവ് അഥവാ അതിരുകവിച്ചിലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ 2-3 സംഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം സന്തുലിത ദീനാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോടും അടിയാറുകളോടുമുള്ള ബാധ്യതകളിൽ ഒരു ക്രമവും ചിട്ടയും വ്യവസ്ഥവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള ദീനാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തോടുള്ള സ്നേഹം പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ തടസ്സമാകരുതെന്ന് പഠിപ്പിച്ചു ഖുർആൻ, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നമ്മൾ ജുമുഅ നമസ്കാരത്തിനിടക്ക് ഓതി കേൾക്കാറുള്ളതാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും നിങ്ങളെ തടയാതിരിക്കട്ടെ. അങ്ങനെ തടഞ്ഞാൽ നിങ്ങൾ അവരാണ് നഷ്ടം ഭവിച്ചവർ. അതേ ദീന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനുള്ള ആരാധനകളിൽ പരിധി വിടുമ്പോൾ, അതിൽ അതിര് കവിയുമ്പോൾ അത് കുടുംബത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കലാകുമെന്നും പഠിപ്പിക്കുന്നത് അതേ ദീനാണ്.
ഇവിടെയാണ് ഞാൻ പറയുന്നത് ഒരു ബാലൻസിങ് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാലൻസിങ് നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ദീനി ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഇയ്യാകും വൽ ഉലൂവ ഫിദ്ദീൻ, ദീനിൽ നിങ്ങൾ അതിര് കവിയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലൂവ ഫിദ്ദീൻ, നിങ്ങൾക്ക് മുമ്പുള്ള ജനസമൂഹങ്ങളെ നശിപ്പിച്ചത് അവരുടെ ദീനിലുള്ള അതിര് കവിച്ചിലുകളായിരുന്നുവെന്ന്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ വെച്ചാണ് പ്രവാചകൻ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിർവഹിച്ച ഏക ഹജ്ജ് അവിടുത്തെ ഹജ്ജത്തുൽ വിദാ. ആ ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി വന്നപ്പോ മുസ്ദലിഫയിലെത്തിയ സന്ദർഭത്തിൽ പിറ്റേ ദിവസം മിനയിൽ ജംറയിൽ എറിയാനുള്ള കല്ലുകൾ പറക്കി വരാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പറഞ്ഞേക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന് ചെറിയ കല്ലുകൾ പറക്കി കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഈ വലുപ്പത്തിൽ തന്നെയാണ് വേണ്ടത്, നിങ്ങൾ ദീനിൽ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കുക. അംസാലു ഹൗലാഇ ഫഅർമു, ഇതുപോലുള്ള ഈ വലുപ്പത്തിലുള്ള കല്ലുകൾ തന്നെയാണ് വേണ്ടത്. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഉലൂവ ഫിദ്ദീൻ ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലൂവ ഫിദ്ദീൻ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി അലൈഹി തന്റെ ഹദീസ് ഗ്രന്ഥമായ തൈസീറുൽ അസീസിൽ ഹമീദ് ആ ഗ്രന്ഥത്തിൽ പറയുകയാണ്, വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലുമുള്ള എല്ലാ അതിവാദങ്ങളും എല്ലാ ആത്യന്തികതകൾക്കും ബാധകമാണ് ഈ പ്രവാചക വചനം എന്ന് ഇമാം ഇബ്നു തൈമിയ പഠിപ്പിക്കുകയാണ്. കല്ലേറുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇതിന്റെ പാശ്ചാത്തലം. നമ്മൾ ആലോചിക്കുക, പിശാചിനെ എറിയാൻ വേണ്ടി ചെറിയ കല്ലുകളെക്കാൾ വലിയ കല്ലുകളാകുമല്ലോ ഉത്തമം എന്ന് കരുതി അതിൽ അതിര് കവിഞ്ഞ അതിൽ അതിര് വിട്ടാൽ പൂർവികരുടെ ദുർഗതി വന്നു ഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത് എന്ന് ഇമാം ഇബ്നു തൈമിയ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് ഒരിക്കൽ വന്നപ്പോ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തൂങ്ങിക്കിടക്കുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോ പ്രവാചക സഹാബികൾ പറഞ്ഞു, അത് താങ്കളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടേതാണ്. അവർക്ക് നമസ്കാര വേളയിൽ ക്ഷീണം അനുഭവപ്പെടുമ്പോ അവർക്ക് ആ കയറ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് അവരത് കെട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ സഹാബികളോട് അത് അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയാണ്. അത് അഴിച്ചു മാറ്റാൻ കൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ നല്ല ഉന്മേഷമുള്ളപ്പോൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് മടി തോന്നുകയോ ക്ഷീണിക്കുകയോ ചെയ്താൽ ഇരുന്നു കൊള്ളട്ടെ. മദീനയിൽ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഞാൻ വേറൊരു സംഭവം കൂടി പറയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം മറ്റൊരു സംഭവം കൂടി പറയാണ്. അങ്ങനെ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചപ്പോ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് സഹോദരനായി ലഭിച്ചത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെയുണ്ടല്ലോ, കൂനു ഇബാദല്ലാഹി ഇഖ്വാന, ഒരു അൻസാരിയെയും ഒരു മുഹാജിറുകളെയും രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി അവർക്കിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഉഹബത്തിന്റെ ഒരു മനോഹരമായ ആവിഷ്കാരം അവിടെ പ്രവാചകൻ മദീനയിൽ സാധിക്കുകയാണ് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ. അങ്ങനെ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് സഹോദരനായി റസൂലുള്ളാഹി ചേർത്ത് കൊടുത്തത് സൽമാൻ ഫാരിസിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അബൂ ദർദാന്റെ ഭാര്യയെ ഒട്ടും ചമയങ്ങളില്ലാതെ ഒരലങ്കാരങ്ങളും ഇല്ലാതെ കണ്ടപ്പോ ഒരുതരം അലസഭാവത്തിൽ ഒരു വിരക്തയായ രൂപത്തിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം? അപ്പൊ അവരുടെ മറുപടി, താങ്കളുടെ സഹോദരൻ ഉണ്ടല്ലോ അബൂ ദർദ, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ജീവിതത്തോടുള്ള ഒരു വിരക്തിയാണ്. അദ്ദേഹം രാത്രി മുഴുവനും നമസ്കാരമാണ്, പകൽ അദ്ദേഹം നോമ്പിലാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഈ അബൂ ദർദാനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അത് അബൂ ദർദാനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം അപ്പോൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പ്, സുന്നത്ത് നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ നിർദ്ദേശിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിപ്പിക്കുകയാണ്, വ ഇന്നലി ജസദിക അലൈക ഹഖ വ ഇന്നലി അഹ്ലിക അലൈക ഹഖ വ ഇന്നലി റബ്ബിക അലൈക ഹഖ. താങ്കൾക്ക് താങ്കളുടെ റബ്ബിനോടുള്ള ബാധ്യതയുള്ളതുപോലെ താങ്കളുടെ കുടുംബത്തോടും താങ്കളുടെ ശരീരത്തോടും താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഓരോരുത്തർക്കും താങ്കളുടെ മേൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം പറഞ്ഞപ്പോ അത് ശരിവെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, സത്യമാണ് സൽമാൻ പറഞ്ഞത് എന്ന്. ഇത് ഇമാം ബുഖാരി
റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കാണുകയാണ്. ഞാൻ സൂചിപ്പിച്ചു എന്ന് പ്രിയമുള്ളവരെ, മതനിഷ്ഠ എന്ന് പേരിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതിനപ്പുറത്ത് അനുഷ്ഠിക്കുന്നതിൽ യാതൊരു പുണ്യവുമില്ല എന്ന് മാത്രമല്ല, അത് ഈ ദീനിന്റെ സന്തുലിതത്വം തന്നെ തകർക്കുകയും ദീനിൽ അതിരുകവിച്ചിലുകൾ ഉണ്ടാവുകയും അത് അനുഷ്ഠിക്കുന്നവരുടെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുന്നത്ത് നോമ്പുകൾ നല്ലതല്ലേ എന്നതിന്റെ പേരിൽ എന്നും സുന്നത്ത് നോമ്പെടുക്കാൻ അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണം ആർജിക്കാൻ ഏറെ സഹായകമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന നാശിയത്തല്ലൈഹി അശദ്ദു വഖ്വം വഅഖ്വ മുഖീല. നിശ്ചയമായും രാത്രി നമസ്കാരം, രാത്രി എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് ആത്മനിയന്ത്രണം ആർജിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ രാത്രിയിലെ ഖുർആൻ പാരായണം ഏറ്റവും പറ്റിയ ഉചിതമായ സമയമാണെന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ച് രാത്രി മുഴുവനും ഉറങ്ങാതെ നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, മതനിഷ്ഠ എന്ന് പറയുന്നത്, മതനിഷ്ഠ പാലിക്കുക എന്ന് പറയുന്നത് പടച്ചവനും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നതിനാണ്. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യുന്നതിന്റെ പേരല്ല മതനിഷ്ഠ എന്ന് പറയുന്നത്. അതുകൊണ്ട് മതനിഷ്ഠയുടെ പേരിൽ, വഴിവിട്ട ആത്മീയതയുടെ പേരിൽ ഇന്ന് സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവണതകളെയും നമുക്ക് അത് സമുദായത്തെ അപകടത്തിലേക്കും ആ അനർത്ഥങ്ങളിലേക്കും സമുദായത്തെ അധപ്പതനത്തിലേക്കും പോകുന്നുവെന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, അള്ളാഹ് പ്രവാചകനോടുള്ള സ്നേഹം വിശ്വാസികളുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അവരുടെ ആദർശ ബോധത്തിന്റെ ഭാഗമാണ്, അനിവാര്യമായ തേട്ടമാണ്. പക്ഷേ പ്രവാചകൻ പടച്ചവനേക്കാളും പ്രിയപ്പെട്ടതാകാം അതല്ല. മക്കൾക്കും മദീനക്കും അള്ളാഹുവിന്റെ ദീനിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. മദീന മക്കയേക്കാളും വലുതാവതല്ല. അപ്പോ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്തും അതിന്റെ ഘടനയിലും ക്രമത്തിലും ചിട്ടയിലും ക്രമീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദീനാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. ശരിയായ മതനിഷ്ഠ ഏതൊരു വിശ്വാസിക്കും ഉണ്ടായേ തീരൂ. എന്നാൽ മതനിയമങ്ങളിലെ കാർക്കശ്യം, മതനിയമങ്ങളിലെ ആത്യന്തികത, മതനിയമങ്ങളിലെ അതിരുകവിച്ചലുകൾ, ആത്യന്തികമായ സമീപനങ്ങൾ ഒരാളുടെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പടച്ചവനോടുള്ളതുപോലെ തന്നെ പടപ്പുകളോടും കടപ്പാടുകളുണ്ട്. പടച്ചവനോടും പടപ്പുകളോടും, ഈ പടപ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്നും കുടുംബമുണ്ട്, അയൽവാസികളുണ്ട്, സമൂഹമുണ്ട്, നമ്മുടെ തന്നെ ശരീരമുണ്ട്. ഈ പടച്ചവനോടും പടപ്പുകളോടുമുള്ള കടപ്പാടുകൾ സന്തുലിതമായി ബാലൻസ്ഡായി കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ ദീനി ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുക. ഇതൊക്കെ മറന്നുകൊണ്ട് അവനവൻ സൃഷ്ടിക്കുന്ന ആത്മീയതയുടെ തടവറയിൽ ഒതുങ്ങിക്കൂടാൻ ഒരു വിശ്വാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. പ്രവാചകൻ അതിനുള്ള സാധ്യതകളെ മുഴുവനും അടച്ചു കളയുന്നതാണ് ഞാൻ സൂചിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ ഓരോന്നിനും അതിന്റെ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് അതിന്റെ പ്രാധാന്യത്തിൽ പരിഗണിച്ചു പോകുമ്പോഴേ ഒരു സന്തുലിത ദീനി ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് പ്രിയമുള്ളവരെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മുൻഗണനാക്രമങ്ങളെയും അതിന്റെ പ്രാധാന്യക്രമങ്ങളെയും അതിന്റെ സന്തുലിതാവസ്ഥയും ഒക്കെ ശരിയായ വിധം മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകൾ യഥാവിധം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആ ദീനിനെ ആ അർത്ഥത്തിൽ തന്നെ സമൂഹത്തിൽ സമുദായത്തിൽ പ്രതിനിധീകരിക്കാൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.